മന്ത്രിയാവട്ടെ തന്ത്രപരമായ സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. ഇപ്പോൾ നമുക്ക് മുന്നിൽ പല വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ദിലീപിൻ്റെ കാര്യത്തിലും ഒക്കെ സർക്കാർ വിമർശന വിധേയമാവേണ്ട കുറേ വിഷയങ്ങൾ ഈ കാര്യങ്ങളിലെല്ലാം ഉണ്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരെ വന്നിരിക്കുന്ന ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ചയാവാവുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിനെല്ലാം നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലുണ്ടാവുന്നത്. വളരെ അഗ്രസീവായിട്ടുള്ള ഒരു പ്രതികരണം. ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ആ സ്വഭാവത്തിൽ ആ മട്ടിൽ കണ്ടിട്ടില്ല. ഈ വിഷയത്തിൽ പോലും അദ്ദേഹം വാർത്താ സമ്മേളനങ്ങളിൽ ഇതേക്കുറിച്ച് പ്രതികരിച്ചെങ്കിലും ഈ ഭാഷയിൽ അദ്ദേഹം പ്രതികരിച്ച് കണ്ടില്ല. അതിന് കാരണം KPCC പ്രസിഡന്റ് തന്നെയാണ്. KPCC പ്രസിഡന്റ് കഴിഞ്ഞ 2 ദിവസമായി ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് അത് മാത്രമല്ല, മുഖ്യമന്ത്രിയും ആ പ്രതികരണം നടത്താനൊരു കാരണമുണ്ട്. നമുക്ക് ആർക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സുജിത്ത് ആണെന്ന് തോന്നുന്നു, നമ്മുടെ ഇൻട്രോയും ഹെഡ്ലൈനും ഒക്കെ അടിക്കുമ്പോൾ രൂക്ഷമായ ഭാഷയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. കാരണം ഇങ്ങനെ ഒരു അതിജീവിതം ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവരുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഈ കുറേ കൂടി ഈ വൈകാരികമായ ഭാഷ വരുന്നത്. ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കും ആ നിലയ്ക്കും കൂടി അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ടാവാം. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന് ഈ അതിജീവിതയോടുള്ള കരുതലോ ആ ചിന്തയോ ഈ പരാതിയുടെ സാഹചര്യമോ ഒക്കെ അദ്ദേഹത്തിന് അറിയാമല്ലോ, അതുകൂടി പ്രവർത്തിച്ചിട്ടുണ്ടാവാം. ആ നിലയ്ക്കാണ് അദ്ദേഹം ആ കാര്യങ്ങളെ അവതരിക്കുന്നത്. പക്ഷേ ഞാൻ ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമെന്ന് എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ 100% രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. കാരണം അയാൾ അങ്ങനെ ഒരാളാണ്. അയാൾ ഇങ്ങനെയാണ് ഈ സംവിധാനത്തിൽ ഇപ്പോഴും തഴയപ്പെടാനാവാത്ത ഒരു ശക്തിയാണെന്നുള്ള പ്രതീതി ഉണ്ടാക്കുന്നത്. ആ പ്രതീതി ഉണ്ടാക്കുന്നതിൽ അയാൾക്ക് അസാമാന്യമായ കഴിവുണ്ട്. അതായത് എവിടെയാണ് അയാൾ നിൽക്കുന്നത്? ഈ കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും ഉത്തമ ബോധ്യമുള്ള, അതായത് അയാളെ അനുകൂലിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവർക്ക് പോലും ഉത്തമ ബോധ്യമുള്ള ഒരു കുറ്റകൃത്യമാണ് അയാൾ ചെയ്തിരിക്കുന്നത്. ഒന്നിലേറെ കുറ്റകൃത്യങ്ങൾ. എത്ര മാധ്യമപ്രവർത്തകരെ ഇയാൾ പല തരത്തിൽ ഇയാളുടെ വലയത്തിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന അയാൾക്കും അറിയാം. എല്ലാ മാധ്യമങ്ങളുടെയും മൈക്കുകൾ മുന്നിലിരിക്കുമ്പോഴും അവിടെ അയാൾക്ക് മലയാളത്തിലെ ഏറ്റവും മികച്ച ഇപ്പോൾ ദിലീപ് കേസിൽപ്പെട്ടപ്പോൾ ദിലീപിൻ്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെയാണ് അയാളെ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അയാൾ വരുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷേ അത് ആത്യന്തികമായി കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് അതിൻ്റെ ആദർശങ്ങൾക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യുന്ന ഒന്നായിരിക്കില്ല, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും.